അർജുന്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് അത് കരയിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ദൗത്യത്തിന്റെ ഏറ്റവും അവസാന ഘട്ടം ആദ്യം കയറുമായി ബന്ധിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കരയിലുള്ള ക്രെയിനുമായി ഈ ലോറിയെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ അധികൃതർ അടക്കം അവിടെയുണ്ട്. ഇതിപ്പോൾ മൂന്നാം ദൗത്യമാണ്. ആദ്യ 2 ഘട്ട ദൗത്യങ്ങളടക്കം കാലാവസ്ഥ പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൗത്യം അതിന്റെ പരാജയത്തിലേക്ക് എത്തിയിരുന്നു. എന്നാൽ മൂന്നാം ദൗത്യം ഗോവയിൽ നിന്നടക്കം ഡ്രഡ്ജർ വരുത്തിയുള്ള ഒരു പരിശോധന, അതിനുശേഷം ലോഹഭാഗങ്ങളടക്കം മുങ്ങൽ പരിശോധനയിൽ ലോഹഭാഗങ്ങളടക്കം ഉള്ള സ്ഥലത്ത് എത്തിയുള്ള ഒരു പരിശോധന, അതിലൂടെയാണ് ഇപ്പോൾ ഈ ട്രക്കിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെയായിരുന്നു ഈ അർജുന്റെ മൃതദേഹവും ഉണ്ടായിരുന്നത്. ആ മൃതദേഹം ഇനി DNA പരിശോധന നടത്തണം. അതിന് ഇനി ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ആവശ്യമാണ്. സിജു തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സിജു, ഇപ്പോൾ കരയ്ക്ക് എത്തിച്ചിരിക്കുന്നു. ഇനിയുള്ള തുടർ നടപടികൾ എങ്ങനെ? ഇനി ഈ പോസ്റ്റ്മോർട്ടമാണ്, അർജുന്റെ മൃതദേഹത്തിലുള്ള പോസ്റ്റ്മോർട്ടം. ശരി, അർജുന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ഇനിയുള്ളത് പോസ്റ്റ്മോർട്ടമാണ്. മാത്രമല്ല DNA പരിശോധന അടക്കം നടത്തി അർജുന്റെ മൃതദേഹമാണ് എന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം കൂടി ലഭിക്കുന്നതോടുകൂടി ഈ അർജുനായുള്ള ദൗത്യം അവസാനിക്കും. എന്തായാലും ഈ കുടുംബത്തിനടക്കം ഈ സർക്കാർ അടക്കം കൊടുത്ത ഒരു വാക്ക്, ഈ അർജുനായുള്ള ദൗത്യം അതിൻ്റെ എല്ലാ ഊർജത്തോടും കൂടി തന്നെ പുനരാരംഭിക്കും എന്ന് കുടുംബത്തിന് നൽകിയ ഒരു വാക്കടക്കം ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ദൗത്യം അതിൻ്റെ അവസാന ഘട്ടത്തിൽ അർജുൻ്റെ ലോറി കരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആദ്യം കയർ വെച്ചുള്ള ഒരു നീക്കി കരയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ ഈ ക്രെയിൻ ഉപയോഗിച്ചാണ് അർജുന്റെ ലോറി കരയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ദൗത്യം അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. നിലവിൽ ഈ ട്രക്കിൽ നിന്നും അർജുന്റെ മൃതദേഹ അവശിഷ്ടങ്ങളടക്കം മാറ്റിയിട്ടുണ്ട്. അതിന് ഇനി ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ആവശ്യമാണ്. സിജു തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സിജു, ആദ്യഘട്ടം ഈ പ്രതികൂലമായ കാലാവസ്ഥ വരുന്നു, അതിൽ ആദ്യഘട്ടം പരാജയപ്പെടുന്നു, വീണ്ടും 2ാം ഘട്ടം പുനരാരംഭിക്കുന്നു, അതും ഈ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ അതും പരാജയപ്പെടുന്നു. പക്ഷേ അതിനെല്ലാം മറികടന്ന് കൃത്യമായ ഒരു ഏകോപനം, ആ ഒരു ഏകോപനത്തിന്റെ ഒരു ഫലം തന്നെയല്ലേ ഇപ്പോൾ ഈ അർജുന്റെ ഈ ദൗത്യം ഈ വിജയത്തിലേക്ക് കലാശിക്കാൻ കാരണം? ജൂലൈ 16 അപകടം നടന്നതിന് ശേഷം മൂന്നാമത്തെ ദിവസം കേരളത്തിൽ വിവരം, 4ാമത്തെ ദിവസം കേരളത്തിൽ വിവരം അറിയുന്നു. അതിനുശേഷം സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടൽ, അർജുന്റെ കുടുംബാംഗങ്ങൾ വളരെ ധീരമായി നിലപാടെടുത്തതുമായി ബന്ധപ്പെട്ട് നിന്ന കാര്യങ്ങൾ, അതോടൊപ്പം ട്രക്കുടമ മനാഫ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു പോരാട്ടം എല്ലാം തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഫലമുണ്ടായിരിക്കുന്നത്. അർജുന്റെ ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു, അതിനകത്ത് നിന്ന് അർജുന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇത്. വളരെ ദുഃഖകരമായ അർജുൻ മലയാളികളും ഒരു വിഷയമാണ്. അർജുൻ സഞ്ചരിച്ചിരുന്ന ട്രക്ക് എവിടെ എന്നുള്ളത് 71 ദിവസം പിന്നിടുകയാണ്. 71ാമത്തെ ദിവസമാണ് തുടർച്ചയായ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഉണ്ടായിരിക്കുന്നത്. വളരെ ദുഃഖത്തോടു കൂടി അർജുന്റെ മൃതദേഹം ഇവിടെ നിന്ന് മറ്റുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അർജുന്റെ സഹോദരി ഭർത്താവ് ജീതിൽ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ട്രക്കുടമ മനാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ തുടർച്ചയായി എല്ലാ ദിവസങ്ങളിലും ഇവിടെ നിന്നുകൊണ്ട് അവർ കാര്യങ്ങൾ കണ്ടതാണ്, ഓരോ കാര്യങ്ങളും വിലയിരുത്തിയതാണ്. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇടപെടൽ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. 4ാം ദിവസം ഈ സംഭവം അറിഞ്ഞതിന് ശേഷം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടരെ ബന്ധപ്പെട്ടു. ചീഫ് സെക്രട്ടറി തലത്തിൽ ബന്ധപ്പെട്ടു. മന്ത്രിമാർക്ക് പ്രത്യേകം ചുമതല നൽകി. മന്ത്രി മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, മന്ത്രി ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ തുടർച്ചയായി കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് അധികൃതരുമായി ബന്ധപ്പെട്ടു. ഈ തെരച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി, അതെല്ലാം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ജനപ്രതിനിധികൾ ഘട്ടം ഘട്ടമായി മാറി മാറി ശിരൂരിലെത്തി. ഒരു ഘട്ടത്തിൽ ഈ തെരച്ചിൽ നിന്നു പോകുമെന്ന ഒരു ഘട്ടത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും തന്നെ നേരിട്ട് ശിരൂരിലെത്തുന്നത് നമ്മൾ കണ്ടതാണ്. MLA-മാരായ കോഴിക്കോട് നിന്നുള്ള MLA-മാരായ ലിൻഡോ ജോസഫ്, സച്ചിൻ ദേവ് MLA, അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം MLA, AK അഷ്റഫ്, M രാജഗോപാലൻ MLA, വിജിൽ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഓരോ ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഇവിടെ എത്തിയവരാണ്. ഇവിടെ 71 ദിവസവും ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട
പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ ഇടപെട്ടിരുന്നു. നേരത്തെ സംസാരിച്ച മന്ത്രിമാരായ AK ശശീന്ദ്രനും മുഹമ്മദ് റിയാസും എല്ലാം പറഞ്ഞത് ഓരോ ഘട്ടത്തിലും കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു, അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു, ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടിരുന്നു. തുടർച്ചയായി അവർ നടത്തിയ ഒരു ഇടപെടൽ, സംസ്ഥാന സർക്കാർ നടത്തിയ ഒരു ഇടപെടലിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇങ്ങനെ മലയാളികൾ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചിരിക്കുന്നത്. അർജുന്റെ ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. അത് വളരെ വേദനയോടുകൂടി അർജുന്റെ മൃതദേഹവും അവിടെ നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അർജുൻ സഞ്ചരിച്ചിരുന്ന ട്രക്ക് കരയിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളാണ് നടക്കുന്നത്. ട്രക്ക് ഇന്ന് 3 മണിയോടുകൂടി ഡ്രഡ്ജർ സംവിധാനത്തിനകത്തുള്ള ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പുഴക്കടിയിൽ നിന്ന് ഉയർത്തിയത്. അതിനുശേഷം ഇപ്പോൾ കരയോട് അടുപ്പിച്ചു വെച്ചിട്ടുണ്ട്. ദേശീയപാതയുടെ ഭാഗത്ത് തീരത്തായി അടുപ്പിച്ചു തുടരുക. ഇപ്പോൾ അർജുന്റെ ട്രക്ക് കരയോട് അടുപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ശക്തമായ ഒരു പരിശോധന അടക്കം നടന്നു. അതിനുള്ള ഒരു ഫലം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ദൗത്യത്തിൽ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ട്രക്ക് കരയോട് അടുപ്പിച്ചിരിക്കുന്നു. ഇനിയുള്ള തുടർ നടപടികൾ അടക്കമാണ് ഇനി കാണേണ്ടത്. എന്തായാലും അർജുനായുള്ള ദൗത്യം അതിന്റെ ഏറ്റവും അവസാന ഘട്ടം, ദൗത്യം ഏറെ വിജയകരം എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്.